വിസാൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന അവതാരകനെ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിന്നൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഒരുപാട് ആളുകൾ ആ വീഡിയോ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. എന്നാൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു, മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സ്പീക്കറായിരുന്നു, അതോടൊപ്പം ഒരു അധ്യാപകനും കൂടിയാണ്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ഒരുപാട് വിവരമുള്ള വ്യക്തിയാണ്. ഇത്തരത്തിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുമ്പോൾ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് എവിടെയാണ് പിഴച്ചത് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇസ്ലാമികമായ ചരിത്രങ്ങൾ പറയാറുണ്ട്, മോട്ടിവേഷൻ നൽകുന്ന ഒരുപാട് ക്ലാസുകൾ നൽകാറുണ്ട്. എന്നാൽ അദ്ദേഹം ചില കുടുംബ പ്രശ്നങ്ങളിലേക്ക് വ്യക്തിപരമായി കൊണ്ട് സംസാരിക്കുന്ന ചില കണ്ടന്റുകളും ചെയ്യാറുണ്ട്. അവിടെയാണ് അദ്ദേഹത്തിന് അടിപറ്റിയത്. മറ്റുള്ളവരുടെ പേഴ്സണൽ വിഷയങ്ങളിലേക്ക്, അവരുടെ കുടുംബബന്ധ വിഷയങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അത് ഭാവിയിൽ നമുക്ക് വലിയ അപകടമുണ്ടാക്കിയേക്കും. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം ഫക്രുദ്ദീൻ പന്താവൂറിനും സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം എത്രയും വേഗം ജയിലിൽ നിന്നും പുറത്തിറങ്ങി അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ് എന്നുള്ളത്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ. പുരുഷന്മാരെക്കാളും പരിഗണന നിയമവ്യവസ്ഥയിൽ ഇന്ത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് നൽകപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അത്തരമൊരു പരിഗണന സ്ത്രീകൾക്ക് നൽകപ്പെടുന്നത് എങ്കിൽ ആ ഒരു പരിഗണനയെ മറ്റു ചില സ്ത്രീകളും മുതലെടുക്കാറുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത പുരുഷന്മാർക്കെതിരെ പലപ്പോഴും പല സ്ത്രീകളും കടന്നു വന്നുകൊണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കാറുണ്ട്. ആ കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നിരപരാധികളായ ഒരുപാട് പുരുഷന്മാർ ജയിലിൽ കഴിയുകയും അവസാനം അവർ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുകയും അവർ പുറത്തിറങ്ങുകയും ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ആ സ്ത്രീകൾ ആ ഒരു പരിഗണനയെ അവർ മുതലാക്കുകയാണ്. പക്ഷേ എത്രയും വർഷക്കാലം ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നിരപരാധിയായ പുരുഷന് സമൂഹത്തിന് മുന്നിൽ നാണക്കേടുണ്ടാക്കി വെക്കുക എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇത്തരം നിരവധി കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നുള്ളത്. നോക്കൂ, കോടതി ഒരു മനുഷ്യനെ കുറ്റവാളിയാണ് എന്ന് അവസാന വിധി വിധിക്കുന്നതുവരെ അയാളൊരു കുറ്റവാളിയല്ല, പകരം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. കൃത്യമായ അന്വേഷണങ്ങളിലൂടെ തെളിവുകൾ കണ്ടെത്തി അയാൾ കുറ്റവാളിയാണ് എന്ന് കോടതി വിധി എഴുതുമ്പോഴാണ് അയാൾ യഥാർത്ഥ കുറ്റവാളിയായി മാറുന്നത്. അതുവരെ അയാളൊരു കുറ്റാരോപിതൻ മാത്രമാണ്. അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പുരുഷന്മാരെ അവർക്കെതിരെ കേസ് കൊടുത്തുകൊണ്ട് അറസ്റ്റിലായ പിന്നീട് പല പുരുഷന്മാരും നിരപരാധികളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കേസിൽ ഇദ്ദേഹത്തെ ട്രാപ്പിൽപ്പെടുത്തിയതാണോ കുടുക്കിയതാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഫക്രുദ്ദീൻ പന്താവൂർ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അത് വെളിപ്പെടുത്തിയാൽ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴായി ഈ ഫാസിസ്റ്റ് ഭരണഭീകരയ്ക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദമാക്കുക എന്നുള്ള പ്രവണതയും നമ്മുടെ രാജ്യത്ത് കണ്ടുവരാറുണ്ട്. അവർക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ പലപ്പോഴായും അറസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സംഘികളും ക്രിസംഘികളും ഒക്കെ എന്തൊക്കെ വർഗീയതയാണ് നമ്മുടെ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കെതിരെയൊന്നും പലപ്പോഴും ഇത്തരം നിയമ നടപടികളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ നേരെ മറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം ആണെങ്കിൽ, എന്തിനേറെ ഒരു മുസ്ലിം നാമധാരിയാണ് എങ്കിൽ പോലും ഇത്തരം ആളുകൾക്കെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക എന്നുള്ള പ്രവണത കാണാറുണ്ട്. അവരെ തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും മുദ്ര കുത്താറുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് അബ്ദുൽ നാസർ മഅദനി ഉസ്താദ്. ആ മനുഷ്യൻ അനുഭവിക്കാത്ത പീഡനങ്ങളും പ്രയാസങ്ങളുമില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഫാസിസ്റ്റ് ഭരണഭീകരതയ്ക്കെതിരെ അദ്ദേഹം ശക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഒരുപക്ഷെ അത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി അദ്ദേഹത്തെ ജയിലിലടച്ചു. ആ സമയങ്ങളിൽ ആ മനുഷ്യൻ അനുഭവിക്കാത്ത മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളില്ല. പലവിധ അസുഖങ്ങൾ അദ്ദേഹത്തിന് വന്നുകൂടി. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. ആക്രമണത്തിൽ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ ഒരു കാല് പോലും നഷ്ടപ്പെട്ടു. ഇപ്പോഴും ആ മനുഷ്യൻ ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്.